ടോപ്സിൽ വേറെ ഏതെല്ലാം ഐറ്റംസ് ഉണ്ട്? ഷോർട്ട് ടോപ്സ് അങ്ങനെ നമ്മൾ എടുക്കാറില്ല. കാരണം ഇത്തിരി ലോങ് ടോപ്സ് ആണ് എടുക്കുന്നത്. കാരണം വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ടീനേജേഴ്സ് ആയിരിക്കണമെന്നില്ല. ഓഫീസിൽ പോകുന്ന സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഡ് സ്റ്റോക്ക് ഇല്ലാതെ നമുക്ക് കവറപ്പ് ആയി പോകും. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ മാത്രം ബേസ് ചെയ്തെടുത്ത പോലെ ആയി പോയില്ലേ. ഇത് കൂടാതെ വേറെ എന്തൊക്കെയോ പ്രോഡക്ട്സ് ആണ്? പിന്നെ മെറ്റീരിയൽസിനൊപ്പം തന്നെ നമ്മൾ ആക്സസറീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ക്ലിപ്സ് വേണം, സ്റ്റഡ്സ് വേണം, ബാംഗിൾസ് വേണം എന്ന് പറയാറുണ്ട് ചില കസ്റ്റമേഴ്സ്. അതെ, അപ്പോൾ വലിയ തോതിലല്ല എങ്കിലും ചെറിയ തോതിൽ അതുകൂടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള, മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സും ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. മാഡത്തിന്റെ അമ്മയും അച്ഛനും എല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞു? തീർച്ചയായും. അവരുടെ സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ വളരെയേറെ ഉണ്ട്. ഇത്രയും നാളും ഹസ്ബൻഡാണ് എന്റെ കൂടെ പർച്ചേസിന് വന്നിരുന്നത്. പുള്ളി പുറത്ത് വർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇനിയിപ്പോ പർച്ചേസിന് മമ്മിയും ഡാഡിയൊക്കെ തന്നെയാണ്. എവിടെയാണ്, എന്ത് ജോലിയാണ്? പുള്ളി വെൽഡിംഗ് ഫോർമാൻ ആണ്. എനിക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നു. 3 വർഷം പുള്ളി എന്റെ ഒപ്പം നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇതെല്ലാം റെഡിയാക്കി തന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വെൽഡിംഗ് ഫോർമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പല രാജ്യങ്ങളിലായിരുന്നു. സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അബുദാബിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കുവൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ എല്ലായിടത്തും തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. മാഡം, ഇപ്പോൾ ചൂരിദാറിൽ ഏതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്? ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഷോൾ വർക്കുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലും വരുന്നത്. ഡിഫറെൻറ്റ് വർക്കുള്ള ഷോൾസ്, ആ ഷോൾ വർക്ക് ചോദിച്ചാണ് കുട്ടികൾ കൂടുതലും വരുന്നത്. യങ്സ്റ്റേഴ്സ് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് സിമ്പിൾ വർക്കുള്ള ഷോൾസ് ചോദിച്ചു വരാറുണ്ട്. പിന്നെ ടോപ്സിലും ഷോളിലുമാണ് കൂടുതൽ വെറൈറ്റി വരുന്നത്. ബോട്ടം, ലൂസ് ബോട്ടം, ചുടി ബോട്ടം, അങ്ങനെ വരുന്ന കസ്റ്റമറിന് എന്താണോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ചെയ്യാം അവർക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ടോപ്സിൽ നമ്മൾ വെറൈറ്റി മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഷോൾസിലും വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഓരോ ഷോൾസും ഓരോ വെറൈറ്റികളോടുകൂടെ വരുന്നത്. ഇപ്പോൾ വരുന്നതെല്ലാം എപ്പോഴും വരുന്നത് ഒരേ മോഡൽ ആയിരിക്കില്ല, ഡിഫറെന്റ് മോഡലായിരിക്കും വരുന്നത്. ചുരിദാറാണോ ടോപ്സ് ആണോ മറ്റ് ഏതിലാണ് ഏറ്റവും പെട്ടെന്ന് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്? ചുരിദാറിൽ തന്നെ 6 മാസം കൂടുമ്പോൾ ട്രെൻഡ് മാറാറുണ്ട്. അല്ലാതെ നമ്മൾ ലെഗിൻസ് ഇപ്പോൾ 6 മാസം നിലനിന്ന പിന്നെ അതങ്ങ് മാറി, പിന്നെ ആ ഐറ്റമേ വരാറില്ല. അങ്ങനെയല്ലേ മറ്റുള്ള ഐറ്റംസ് പോകുന്നത്? എന്നും നിലനിൽക്കുന്ന ട്രെൻഡ് ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ്. കാരണം സാരി ഇവിടെ ഇല്ലല്ലോ. ഇല്ല, നമുക്ക് സാരീസ് ഇല്ല. പക്ഷെ ഭാവിയിൽ സാരി ഒരുപക്ഷെ ഇൻക്ലൂഡ് ചെയ്താൽ തീർച്ചയായും. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും, സാരീസും, കിഡ്സ് വെയർസും, ജെൻസ് വെയർസും, മെൻസ് വെയർസും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. ചുരിദാറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇന്റർനെറ്റിന്റെ സഹായമുണ്ടോ? നമ്മുടെ സിനിമ വരുന്ന കസ്റ്റമേഴ്സ് ആണ് പറയുന്നത് ഇന്ന ഫിലിമില് ഇന്ന പാറ്റേൺ ഉണ്ട്, അത് ചെയ്തു കൊടുക്കണമെന്ന് പറയാറുണ്ട്. ആ ഡിസൈൻ നല്ലതാണ്, അത് ചെയ്യുമോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കസ്റ്റമർ എന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. ചിലപ്പോൾ വരുന്ന കസ്റ്റമർ അർജന്റ് കേസ് ആയിരിക്കും വരുന്നത്. റെഡിമെയ്ഡിനേൽ കൂടുതൽ പെർഫെക്ഷൻ നമുക്ക് എപ്പോഴും മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അവനവന്റെ ബോഡി ഷേപ്പിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് ആയിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ്, നെക്ക് പാറ്റേൺസ് ഉണ്ട്. അത് പാറ്റേൺ ബുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പാറ്റേണിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പെർഫെക്ഷന് വേണ്ടിയാണോ ഈ കസ്റ്റമേഴ്സ് റെഡിമെയ്ഡ് പർച്ചേസ് ചെയ്യാതെ ഇവിടെ വരുന്നത്? തീർച്ചയായും അതാണ്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് യുവർ കസ്റ്റമേഴ്സ് ആർ ഗോയിങ് ടു സ്റ്റിച്ച് മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം അവരവന്റെ ബോഡി ഷേപ്പിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. മറ്റേത് റെഡിമെയ്ഡ് വാങ്ങിയാൽ വീണ്ടും അവർ ഓൾട്ടർ ചെയ്യേണ്ടി വരും, അത് അവരുടെ ഷേപ്പ് അനുസരിച്ചാക്കാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് വരെ റെഡിമെയ്ഡ് കിട്ടിയിട്ടില്ല. എന്റെ ഷേപ്പിൽ റെഡിമെയ്ഡ് കിട്ടില്ല. നമുക്ക് തൃപ്തിയാവുന്ന രീതിയിലുള്ള കിട്ടില്ല. വാങ്ങി ഓൾട്ടർ ചെയ്താലും പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതിന് നല്ലത് നമ്മൾ മെറ്റീരിയൽ എടുത്ത് നമ്മളുടെ ഷേപ്പിന് മെഷർമെന്റ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റിംഗിൽ കിട്ടും. മാത്രമല്ല ഈ റെഡിമെയ്ഡ് മെറ്റീരിയലിന്റെ വില നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണോ, ഏതാണ് അതിന്റെ വ്യത്യാസം ഏറ്റവും കൂടുതൽ? റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ എപ്പോഴും കോസ്റ്റ് കൂടുതലായിരിക്കും, മെറ്റീരിയൽസിൽ കുറവാണ്. മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്താൽ കൂടി നമുക്ക് അത്രയും ആവുന്നില്ല. പിന്നെ ഓരോ വീക്കിലും മെറ്റീരിയൽസിനും വില ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു മെറ്റീരിയൽ ഏറ്റവും കോസ്റ്റ്ലി 2000 റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ടാവാം. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ വില ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ട്. ഓരോ വീക്കെൻഡിലും എന്താണ് അതിന്റെ റേറ്റ്, അതനുസരിച്ച് നമ്മളും വേരിയേഷൻസ് വരുത്തണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ മറ്റുള്ള ഷോപ്പുകളിൽ എന്താണ് റേറ്റ് എന്ന് ഇന്നുവരെ ഞാൻ അന്വേഷിച്ചു പോയിട്ടില്ല. ഇല്ല, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നഷ്ടമില്ല, ഒത്തിരി ലാഭമില്ലാത്ത രീതിയിൽ ചെയ്തു പോകുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഹോളിഡേ ഉണ്ടോ ഇവിടെ? സൺഡേസ് ഹോളിഡേസ് ആണ് ശരിക്ക്. പക്ഷേ കസ്റ്റമേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിളിച്ച് പറയും ഞങ്ങൾ ഇന്ന സൺഡേസിൽ വരും എന്നുള്ളത്. കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ സീസൺ ആയതുകൊണ്ട് സൺഡേസും ഓപ്പൺ ആണ്. ഇവിടെ ഈ പള്ളുരുത്തി ഉള്ള കസ്റ്റമേഴ്സ് മാത്രമാണോ, കൊച്ചി സിറ്റിക്കകത്തുനിന്നുള്ള ആൾക്കാർ? കൊച്ചി സിറ്റിക്കകത്തുനിന്നുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഒത്തിരി ഉണ്ട്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റാഫ്സ്, വൈപ്പിൻ, തൃപ്പൂണിത്തറ, കല്ലൂർ, അവിടെ നിന്നൊക്കെയുള്ള സ്റ്റാഫുകൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് പോവാറുണ്ട്. കസ്റ്റമേഴ്സ്, ടൂറിസ്റ്റുകൾ
ഈ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുന്ന വഴി ഈ ഷോപ്പ് കാണാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തീർച്ചയായും യൂറോപ്യൻസ്, ഇറ്റലി എന്നുള്ളൊരു കസ്റ്റമർ എനിക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അവർ വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു കസ്റ്റമർ വന്ന് അവർ കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഷോപ്പ് കണ്ട് കയറിയതാണ്, എന്തൊക്കെയാണെന്ന് അവർക്ക് കാണണമെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തു. മെറ്റീരിയൽസ് ഇങ്ങനെയാണ്, അത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് കയറിയതാണ്. ചുരിദാറിനെ കുറിച്ച് ഇഷ്ടപ്പെട്ടു. എല്ലാം നൈസ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഓരോ പീസും കണ്ട് നൈസ് നൈസ് എന്നാണ് അവർ പറഞ്ഞത്. ഇല്ല, അവരെടുത്തിരിക്കുന്നത് അവരുടെ സ്റ്റൈലിലുള്ള, അവരുടെ കൾച്ചറിലുള്ളതാണ്. അതായിരുന്നു. പക്ഷെ അതിന് മുന്നേ വന്ന ഒരു ഇറ്റലിക്കാരിയായിരുന്നു തോന്നുന്നു. അവർ വന്നു, പർച്ചേസ് ചെയ്തു. 1 മണിക്ക് വന്നു. അവർക്ക് ഫ്ലൈറ്റ് ആയിരുന്നു 6 o'clock, 4 o'clock വന്ന് എടുത്തു. 5 o'clock സ്റ്റിച്ച് ചെയ്തു. ഇവിടെ നിന്ന് അതെടുത്തിട്ടാണ് അവർ ഫ്ലൈറ്റ് കയറി പോയി. എമർജൻസി സ്റ്റിച്ചിങ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. എമർജൻസി ആണെങ്കിൽ ഒറ്റ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് 1 മണിക്കൂറിനകത്ത് എനിക്ക് ഒരു ചുരിദാർ എനിക്കിപ്പോൾ അർജന്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഇരട്ടി കൂലി ഈടാക്കും. ചിലരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈടാക്കാറുണ്ട്. കാരണം അവരിപ്പോ തന്നെ വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുക. നമുക്ക് സ്റ്റിച്ചിങ് പെൻഡിങ്ങിൽ കിടക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇരട്ടി വാങ്ങിക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ റേഞ്ച് ഉണ്ട്, അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ ഒരാളുടെ പെർഫെക്റ്റ് ആയിട്ട് അളന്ന് നമ്മൾ ഇത് തയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കട്ട് ചെയ്യുന്ന ആളിനാണ് പ്രാധാന്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? രണ്ടിലും ഉണ്ട് പ്രാധാന്യം. സ്റ്റിച്ചിങ്ങും പ്രാധാന്യമുണ്ട്, കട്ടിങ്ങും പ്രാധാന്യമുണ്ട്. കട്ട് ചെയ്യുന്നത് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കൂടുക. അത് സ്റ്റിച്ചിങ്ങിലും അതുപോലെ തന്നെ അത് കീപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പെർഫെക്ഷൻ ഉദ്ദേശിക്കും കസ്റ്റമർ പറയുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ പറയും നമ്മളോട് തുറന്ന്, അത് അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് ആ കാര്യത്തിൽ. അതുകൊണ്ട് പരമാവധി രണ്ടും ക്ലിയർ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. സാധാരണക്കാർക്കായിട്ടുള്ള ഏതൊക്കെ റേഞ്ചുകളുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? നമ്മളുടെ ബൊട്ടിക്കിലുള്ളത് ഒരു 500 മുതൽ 3000 റേഞ്ച് വരെ ഉള്ളതുണ്ട്. വരുന്ന കസ്റ്റമറിന് ആ ഒരു റേഞ്ച് മുതൽ ഇന്ന റേഞ്ച് വരെ എന്ന് വരുമ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കും. ഒരു 500 to 700 റേഞ്ച് വരെ, ബിലോ 1000, 1500, 2000 അങ്ങനെ റേഞ്ച് പറയുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത്. ഇന്ന റേഞ്ചിൽ അത് മതി എന്ന് വരുമ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരിക്കും അവരുടെ ഓപ്ഷൻ എന്താണെന്നുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ പിന്നെ മെറ്റീരിയൽസ് കാണിച്ചു തുടങ്ങുന്നത്. ചിലപ്പോൾ 500 ചോദിച്ചു വരുന്ന ആൾ പർച്ചേസ് ചെയ്ത് പോകുന്ന 1000 ആയിരിക്കാം. 1000 ചോദിച്ചു വരുന്നത് 1500 എടുത്ത് പോകാം. അപ്പോൾ ചോദിച്ചു വരുന്നതല്ല, അവർ കണ്ട് അവർക്ക് ഏതാണോ തൃപ്തി എന്ന് തോന്നുന്നത് അതാണ് അവരെടുത്ത് പോകുന്നത്. മാഡം, ഈ അടുത്ത പ്ലാൻ എന്താണ്? അതായത് ഈ ഒരു ഷോപ്പ് മാത്രം മതിയോ, അതേ ബ്രാഞ്ചുകൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം? മറ്റു ബ്രാഞ്ചുകളല്ല, ഇവിടെ തന്നെ ഒരു ഫാമിലിക്ക് എന്തെല്ലാം പർച്ചേസ് ചെയ്യണമോ അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള, അതായത് ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം. അതായത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ ജെന്റ്സിന്റെ ആയാലും ലേഡീസിന്റെ ആയാലും കിഡ്സ് വെയർ ആയാലും എല്ലാം വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് കിഡ്സ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മെൻസ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഭാവിയിൽ അതായത് വരുന്ന ആളുകൾക്ക് ഒരു ഡ്രസ് മെറ്റീരിയൽസ് എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുന്നു അതെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതെ, സാധാരണക്കാർ മുതൽ അതിന് മേലോട്ടുള്ളവരും. അതായത് കൊച്ചി ഏരിയയിൽ അങ്ങനെ ഒരു ഷോപ്പിംഗ് മാൾ ഇവിടെ ഇല്ല. BOT ബ്രിഡ്ജിന് ഇപ്പുറത്തായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ദൈവാനുഗ്രഹത്താൽ നടന്നാൽ സന്തോഷം. മാഡത്തിന്റെ ഫാമിലിയും ഈ ഷോപ്പും എല്ലാം അടുത്തടുത്താണ്, വീടും തൊട്ടടുത്താണ്. അപ്പൊ മാഡത്തിന് ഇത് മാനേജ് ചെയ്യാൻ മാഡം തന്നെ ഇവിടെ വേണമെന്നുണ്ടോ? അങ്ങനെ നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഒരു കല്യാണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചടങ്ങിന് പോകേണ്ടി വന്നാൽ അച്ഛനും അമ്മയ്ക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇതിപ്പം വീടും ഷോപ്പും അടുത്തായതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസിങ്ങിന് ഞാൻ പോകുന്ന സമയത്ത് എന്റെ മമ്മിയോ ഡാഡിയോ ആയിരിക്കും ഇനി ഇപ്പോൾ എന്റെ കൂടെയൊക്കെ വന്നിരിക്കുന്നത്. അവർക്ക് ഈ ഒരു വാസന ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാം ട്രെൻഡ് മാത്രമല്ല, എനിക്കൊരു സപ്പോർട്ടിങ്, അതിനാണ് അവർ എൻ്റെ കൂടെ വരുന്നത്. മമ്മി ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ പ്രാവശ്യം ലാസ്റ്റ് മമ്മിയാണ് എൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാൻ വന്നത്. അപ്പോൾ മമ്മി കൂടെ വരുമ്പോഴത്തേക്കും എൻ്റെ മോനും, എനിക്കൊരു മോളുണ്ട്, അതിൽ മോള് ഇതിനകത്ത് ഭയങ്കര ക്രേസാണ് ആൾക്ക്. പർച്ചേസ് ചെയ്യാനാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ ആൾക്ക് ഇഷ്ടമാണ്. ഷോപ്പിലാണെങ്കിലും വരുന്ന കസ്റ്റമേഴ്സിന് പറയുന്ന രീതിയിൽ അയാൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, കാരണം ഒരു കുട്ടി നിന്ന് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ അതുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ളത് ചേട്ടൻ്റെ അമ്മയാണുള്ളത്. എൻ്റെ മമ്മിയും ഡാഡി പർച്ചേസിങ്ങിന് എൻ്റെ കൂടെ വരും. വീട്ടിൽ ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മാഡം പർച്ചേസിങ് ഏത് സമയത്തൊക്കെയാണ് നടത്താറുള്ളത്? സീസണലാണോ അത് അൺസീസണലോ? അല്ല, എല്ലാ മന്ത്ലിയും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ, ചിലപ്പോൾ 2 ആഴ്ചയിൽ പോയി പർച്ചേസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ മന്ത്ലി പോയി പർച്ചേസ് ചെയ്യാറുണ്ട്. ഓരോ മെറ്റീരിയലും ഓരോ പ്രാവശ്യവും പോയി നോക്കി തന്നെ പർച്ചേസ് ചെയ്താണ് ഞാൻ കൊണ്ടുവരാറുള്ളത്. എന്തായാലും ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ച് നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ആ വിജയ രഹസ്യം ഒന്ന് പറയാമോ? വിജയ രഹസ്യം എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് എൻ്റെ വിജയ രഹസ്യം. അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മാഡത്തിൻ്റെ വിലയേറിയ സമയത്ത് പ്രേക്ഷകരോടൊപ്പം ചുരിദാർ മെറ്റീരിയൽസിനെ പറ്റിയും അതിൻ്റെ പുതിയ മാനങ്ങളെപ്പറ്റിയും ഫാഷൻ തരംഗങ്ങളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് പൂർണ്ണമാവുകയാണ്.
കൊച്ചിയിലെ പള്ളുരുത്തിയിലുള്ള ഫോർ യു ലേഡീസ് കളക്ഷൻ്റെ പ്രൊപ്പറേറ്ററായ ജെൻസി ജോയ്സൺ എന്ന മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു.